അവിടേക്കാണെങ്കിൽ എനിക്ക് കുറച്ച് വെറ്റിലയും പുകലയും കൂടെ വാങ്ങോ? എങ്ങോട്ടെങ്കിലും ഒന്നിറങ്ങാന്ന് പറഞ്ഞ അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു പണി ഈ വെല്ലുമ്മച്ചി തേടും. അവളുടെ വീട് റോഡിലൊന്നല്ലല്ലോ വെല്ലുമ്മച്ചിയെ. അപ്പൊ ഞാൻ വണ്ടി എടുത്ത് റോഡിലോട്ട് പോയാ പ്രശ്നാകൂലേ? അതൊന്നും പ്രശ്നമാക്കൂല ഡാൻസി മോളെ. നീ അതൊന്ന് വാങ്ങി താടി. അടുക്കയും വെറ്റിലയും ഇല്ലാഞ്ഞിട്ട് വയ്യ. എന്തൊക്കെയോ വല്ലാത്ത അസ്വസ്ഥത മേലൊട്ടാകെ. കുഞ്ഞമാവനും മുത്തുമാവനും പറഞ്ഞിട്ടില്ലേ അതധികം തിന്നരുതെന്ന്? എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനേ എനിക്കാണെങ്കിൽ അധിക ബാലൻസും ആയിട്ടില്ല വെല്ലുമ്മച്ചിയെ. എന്നാ നീ സാറിൻ്റെ വീട്ടിലോട്ടും പോണ്ട, അടങ്ങി ഇവിടെ ഇരി. ആഹാ. അല്ലേ വേണ്ട, ഞാൻ വാങ്ങി തന്നോളാം. വെല്ലുമ്മച്ചി ഒരു കാര്യം. പോലെ പോലെ. അത് മാത്രമല്ല എൻ്റെ കുട്ടിയെ, പശുക്കൾക്ക് കൊടുക്കാൻ ഒരു കഷണം പിണ്ണാക്ക് പോലും ഈ വീട്ടിലില്ല. അതുകൂടെ വാങ്ങണേ. ഇനിയിപ്പോ ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നുണ്ട്. എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പൊന്നു മോളെ. എല്ലുമച്ചി സഞ്ചി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് വെച്ച് പോ. എന്താ ഇവിടെ? എന്താ വെല്ലുമച്ചി മോളും ഒരു തർക്കം? എങ്ങോട്ടാ സഞ്ചിയും പാത്രവും എടുത്തോണ്ട് അവളെ പറഞ്ഞേക്കുന്നേ? അൻസിമോളെ, എങ്ങോട്ടാ നീ പോകുന്നേ? ബൈക്കിൽ ഏതായാലും പോകണ്ട കേട്ടോ, നാളെ ഒന്ന് പോയാ മതി. അതാ സമാധാനമായില്ലേ? ഓരോന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തി. ഇനി എന്താ ഇമ്മ, എങ്ങോട്ടാണ് അവള് പോകുന്നേ? നിങ്ങൾ എന്തു അങ്ങനെയാണ് അവളെ പറഞ്ഞേക്കുന്നേ? സഞ്ചിയും വട്ടവും കൊട്ടയും എടുത്ത് ആ കൊച്ചിനെ എങ്ങോട്ടായി പറഞ്ഞേക്കുന്നേ? എൻ്റെ പൊന്നു മോനെ, ഞാന് കുറച്ച് പിണ്ണാക്ക് വാങ്ങിക്കാൻ അവളോടൊന്ന് പറഞ്ഞതാ. പിണ്ണാക്കും നെല്ലും മുതിരയുമൊക്കെ എന്നോടങ്ങ് പറഞ്ഞാ പോരെ? ആ കൊച്ചിനെ ആ വണ്ടിയെടുത്ത് അങ്ങാടിയിലോട്ട് പറഞ്ഞു വിടാന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. വല്ലതും പറ്റിപ്പോയാ സമാധാനം പറയേണ്ടത് ഞാനാ, എന്റെ വണ്ടിയാണത്. കുഞ്ഞുമാമ, ഞാൻ പോയിട്ടില്ല. ഞാൻ വെറുതെ വെല്ലുമ്മച്ചിനോട് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ പോകുന്നില്ല. എന്നെ വഴക്ക് പറയല്ലേ. ഞാൻ പോകുന്നില്ല. ഓ, പോകരുത്. അത് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്. നിങ്ങളുടെ സംഭാഷണം കേട്ടിട്ട് തന്നെയാ ഞാനിങ്ങ് വന്നത്. ഞാനതിന് അങ്ങാടിക്കല്ല, സാറിന്റെ വീട്ടിലേക്കാ പോവാൻ പോയത്. സാറയുടെ വീട്ടിലേക്കാണെങ്കിലും എന്തിനു വണ്ടി എടുത്തു പോകുന്നു? വല്ലതും പറ്റിക്കഴിഞ്ഞാലോ? പോലീസ് പിടിക്കുന്നത് മാത്രമല്ല, മറിഞ്ഞത് വീണാ പോരെ? ഇറങ്ങി ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ടേ ഞാൻ അകത്തേക്ക് പോകുന്നുള്ളൂ. അനസിമോളെ, അവിടുന്ന് ഇറങ്ങിയേക്ക്. അവന് നല്ല വാശിയിലാ. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പിന്നെ പോകാം സാറമ്മളുടെ വീട്ടിലേക്ക്. സമാധാനായല്ലോ. ഞാനൊന്ന് വേഗം പോയി വരാന്ന് പറഞ്ഞതല്ലേ. അപ്പൊ വീട്ടില് പോകല് പിണ്ണാക്കം 100 എന്തൊക്കെയാണ്. ഇതൊന്നും ആയില്ല. ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ സമാധാനക്കേട് ആർക്കും വേണ്ട. എന്താ അൻസിക്കുട്ടി, കരയല്ലേ? നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ മാമ വൈകിട്ട് വരുമ്പോ കൊണ്ടുവരില്ലേ? പിന്നെന്തിനാ ഓരോ അപകടം വിളിച്ചു വരുത്തുന്നേ? അതുകൊണ്ടല്ലേ. കരയുന്നില്ല. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ഞാൻ വണ്ടി മെല്ലെ ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞതല്ലേ. ഈ വെല്ലുപ്പച്ചിന്റെ പണിയാ. ഓരോന്ന് വാങ്ങാൻ പറഞ്ഞ് മാമനെ എഴുന്നേൽപ്പിച്ച്. ഞാൻ ഈ വണ്ടി പഠിച്ചതൊക്കെ മറന്നു പോവില്ലേ? തീരെ ഓട്ടാഞ്ഞാല് അതിന് വേണ്ടിട്ട് ഞാനൊന്ന് ചോദിച്ചതല്ലേ. അപ്പോഴേക്കും അതൊന്നും സാരമില്ല എൻ്റെ മോളെ. നിനക്ക് പിന്നെ പൊയ്ക്കൂടെ? ഇപ്പോ അവന് വെറുതെ ദേഷ്യം പിടിപ്പിച്ച് ഓരോ പ്രശ്നം ഉണ്ടാക്കല്ലേ എൻ്റെ പൊന്ന് അൻസിക്കുട്ടി.